കേരളത്തിലെ പിണറായി വിജയന്റെ അവസ്ഥ ഇപ്പോൾ വളരെ ദയനീയമാണ്. മൂന്നാം ഊഴത്തിൽ CPM-നും LDF-നും ഭരണം കിട്ടുകയും വേണം, വീണ്ടും മുഖ്യമന്ത്രി കസേരയിൽ തന്നെ അമർന്നിരിക്കുകയും വേണം. എന്നാൽ സ്വർണ്ണക്കൊള്ളക്കാരെ പിടിക്കാനും പാടില്ല എന്ന നിലപാടിലാണ് അദ്ദേഹം. സത്യത്തിൽ ഇത് ചെകുത്താനും കടലിനും നടുക്കുന്ന പോലെ ഒരു ഞാണിന്മേൽ കളിയാണ്. സകല ജനങ്ങളും ഈ കളി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതുകൊണ്ട് തന്നെ പഴയതുപോലെ സൈബർ ഇടങ്ങളിൽ അവരുടെ പോരാളികളുടെ തന്ത്രങ്ങളൊന്നും ഇപ്പോൾ നടക്കുന്നില്ല. മുഖ്യമന്ത്രിയുടെ PR വർക്കിന്റെ ഭാഗമായി അദ്ദേഹത്തെ വെള്ളപൂശാൻ കമ്മിപ്പട പല കളികളും ചെയ്തു കൂട്ടുന്നുണ്ടെങ്കിലും ഒന്നും ഫലിക്കുന്നില്ല. ഇതിനായി മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടയ്ക്കിടെ എണ്ണയൊഴിച്ചു കൊടുത്ത് കാര്യങ്ങൾ ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തേതായിരുന്നു സോണിയാഗാന്ധിയുടെ ചിത്രം ഉയർത്തിക്കാട്ടി സ്വർണ്ണക്കൊള്ളയുമായി അവർക്ക് ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം. അതുവഴി സ്വർണ്ണക്കൊള്ളയിൽ കോൺഗ്രസിനെ കൊടുക്കാൻ അദ്ദേഹം നോക്കി. കടുത്ത Z+ സുരക്ഷയിൽ നിൽക്കുന്ന സോണിയാഗാന്ധിയെ പരിചയപ്പെടുത്തിയത് അടൂർ പ്രകാശാണെന്ന് വരുത്തി തീർക്കുക എന്ന ലക്ഷ്യത്തോടെ സോണിയാഗാന്ധിയും പോറ്റിയും തമ്മിലുള്ള ചിത്രം മുഖ്യമന്ത്രി ഉയർത്തിക്കാട്ടി. അങ്ങനെ UDF കൺവീനറായ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു. എന്നാൽ അവിടെ വെച്ചത് അവസാനിച്ചു. എന്നാൽ അടൂർ പ്രകാശിനെതിരെയോ സോണിയാഗാന്ധിക്കെതിരെയോ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. എന്നിട്ടും CPM-ന്റെ പ്രമുഖ നേതാക്കൾ ജാമ്യം കിട്ടാതെ ജയിലിനുള്ളിൽ തന്നെ കഴിയേണ്ടി വരികയാണ്. അവരെ രക്ഷിക്കാൻ എന്തൊക്കെ വഴി നോക്കിയിട്ടും കോടതി വിലങ്ങുതടിയായി നിന്നതോടെ പിണറായിയുടെ ഒരു കുരുട്ടുബുദ്ധിയും അവിടെ ഏറ്റില്ല. രണ്ടാമതായി, പണ്ടേ ഒന്നുമില്ലെന്ന് പറഞ്ഞ് കെട്ടിപ്പൊട്ടി വെച്ച പുനർജനി കേസ് കുത്തിപ്പൊക്കി വിജിലൻസിൽ നിന്നും CBI-യിലേക്ക് കടത്താനുള്ള സകല പദ്ധതികളും നോക്കി. പക്ഷേ ആ നീക്കം VD സതീശന്റെ ഗ്രാഫ് കുത്തനെ ഉയർത്തുക മാത്രമാണ് ചെയ്തത്. ഇതിനിടയിലൊക്കെ പുട്ടിന് തേങ്ങ പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വീണ്ടും വീണ്ടും പൊടിതട്ടുന്നുണ്ട്. ഇരവാദം കഴിഞ്ഞ് ഇരയുടെ ഭർത്താവിനെ ഇരയാക്കാൻ നോക്കിയെങ്കിലും അതും വെള്ളത്തിൽ വരച്ച വര പോലെ മാത്രമായി. ഇത്രയൊക്കെ കഴിഞ്ഞിട്ടും കോൺഗ്രസിന് പണി കൊടുക്കാൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കിയ പിണറായി വിജയൻ ഇപ്പോൾ അവസാന കൈപ്രയോഗം നടത്തുകയാണ്. പത്രത്തിന്റെ 1-ാം പേജിൽ നിന്നും ബ്രേക്കിംഗ് ന്യൂസുകളിൽ നിന്നും എങ്ങനെയെങ്കിലും സ്വർണ്ണക്കൊള്ള വിഷയം മായ്ച്ചു കളയണമെന്ന ബുദ്ധിയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ തലയിൽ ഉദിച്ചത്. സ്വർണ്ണക്കൊള്ളയിൽ നിർണായക മൊഴി നൽകിയ ചെന്നിത്തലയെ പൂട്ടുക എന്നതാണ് ഇതിനായുള്ള പുതിയ തന്ത്രം. ആദ്യം പലതരം വാർത്തകൾ പടച്ചുവിട്ട് മാധ്യമ ശ്രദ്ധ തങ്ങളിൽ നിന്ന് തിരിച്ചുവിടാൻ പുനർജനി വീണ്ടും കൊണ്ടുവന്നു. അതിനിടയിൽ അന്വേഷണ സംഘത്തിലേക്ക് CPM അനുഭാവികളായ 2 ഉദ്യോഗസ്ഥരെ തിരികെ കയറ്റി. രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം പ്രവാസി വ്യവസായിയിലേക്കും അവിടെ നിന്ന് D മണി എന്ന ഒരാളിലേക്കും എത്തി. ഇതിന് പിന്നാലെ കടകംപള്ളിയിലേക്ക് വരെ അന്വേഷണം എത്തിച്ച് വലിയ വാർത്തയാക്കി മാറ്റി. എന്നാൽ ഇപ്പോൾ D മണിക്ക് സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ല എന്ന് SIT കോടതിയോട് പറയുന്നു. ഇതിന് പിന്നാലെ സഖാക്കൾ ഉണർന്നു കഴിഞ്ഞു. ചെന്നിത്തല പറഞ്ഞത് പച്ചക്കള്ളമാണെന്നും CPM-നെ പെടുത്താനുണ്ടാക്കിയ കഥയാണെന്നും അവർ അടിച്ചുവിടുന്നു. ചെന്നിത്തലയുടെ ഇമേജ് തകർക്കലാണ് ഇപ്പോഴത്തെ കലാപരിപാടി. എന്നാൽ തൊണ്ടി മുതൽ എവിടെ എന്ന ചെന്നിത്തലയുടെ ചോദ്യം വീണ്ടും പിണറായിക്ക് മുന്നിൽ കീറാമുട്ടിയായി നിൽക്കുകയാണ്. ഇതിനു പുറമെ മറ്റു ചില ചോദ്യങ്ങൾ കൂടി ചെന്നിത്തല ചോദിക്കുന്നുണ്ട്. ആ രംഗങ്ങൾ നമുക്കൊന്ന് കാണാം. ഇനിയിപ്പോൾ NDA 210 പറയുമെന്ന് എൻ്റെ സംശയം. ഏതായാലും അതൊന്നും അർത്ഥമൊന്നുമില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും പിണറായി വിജയൻ ഒരു നാടകവും കളിക്കേണ്ട. ജനങ്ങൾക്കറിയാം UDF അധികാരത്തിൽ വരാൻ പോകും. ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾ ഒരു മനസ്സോടെ UDF അധികാരത്തിൽ വരും. അതിന് ഒരുമിച്ച് പ്രവർത്തിക്കും. ഞാൻ പ്രവാസി വ്യവസായിയുമായിട്ട് ഇപ്പോൾ ഇതറിഞ്ഞപ്പോൾ ഫോണിൽ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞ് എനിക്ക് D മണിയായിട്ട് ബന്ധമൊന്നുമില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഇതിനെപ്പറ്റി വളരെ വിശദമായൊരു അന്വേഷണം നടത്തിയാൽ വസ്തുതകൾ കൂടുതൽ പുറത്തു വരും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എവിടെയാണ് ഈ സ്വർണ്ണം? എവിടെ പോയി? ഞാൻ എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഈ സ്വർണ്ണം എവിടെ? തൊണ്ടി മുതൽ എവിടെ? അത് ഇതുവരെ SIT പറയുന്നില്ലല്ലോ. ഗോവർദ്ധൻ്റെ കയ്യിലുള്ള 300 ഗ്രാം അല്ലല്ലോ. ആ സ്വർണം ആളുകളെ അറസ്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊണ്ടി മുതൽ കണ്ടെത്തണ്ടേ? പ്രവാസി വ്യവസായിയോട് ഇപ്പോൾ ഈ വാർത്ത വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറയുന്നു, അദ്ദേഹം ഇത് സംബന്ധിച്ച സൂചനകൾ നൽകിയിരുന്നു. അതിനെപ്പറ്റി ശരിയായ അന്വേഷണം നടത്തിയാൽ യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരുമെന്നാണ് അദ്ദേഹം ഇപ്പോഴും പറയുന്നത്. ഞാൻ ആ വിവരം അവരോട് പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് അല്ലാണ്ട് ഇതുമായിട്ട് എന്ത് പിന്നെ ബന്ധമുള്ളത്? ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എന്നോട് ഈ പ്രവാസി വ്യവസായി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി അത് ഞാൻ SIT-യോട് പറയണം. ഞാൻ പറഞ്ഞു. ഇനി അവർ അന്വേഷണം നടത്തി കണ്ടുപിടിക്കാനുള്ള അവരുടെ വ്യവസായിയിൽ നിന്നുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. എനിക്കറിയില്ല എന്താണെന്ന്. എനിക്കതിനെപ്പറ്റി അറിയില്ല. ഇപ്പോഴും ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു എനിക്ക് D മണിയായിട്ട് ബന്ധമില്ല. പക്ഷേ ഞാൻ ചില സൂചനകൾ നൽകിയത് പരിശോധിച്ചാൽ വസ്തുതകൾ കൂടുതൽ വ്യക്തമാകുമെന്നാണ് അദ്ദേഹം. വ്യവസായിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ D മണിയിലേക്ക് ഈ അന്വേഷണ സംഘം എത്തുന്നത്. അല്ല, അതിനെപ്പറ്റി ഒന്നും എനിക്കറിയില്ല. ഏതായാലും അദ്ദേഹം വേണേൽ കോടതിയിൽ തന്നെ 164 കൊടുക്കാൻ തയ്യാറാണെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. വിദേശ വ്യവസായി അല്ല, അങ്ങനൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ SIT-യുടെ പ്രവർത്തനങ്ങളെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട്. 2 പോലീസ് അസോസിയേഷനിലെ
ഇവരുമായി ബന്ധമുള്ള 2 പേരെ നിയമനം തടഞ്ഞു വെച്ചിരുന്നു. അത് ആ നിയമനം വീണ്ടും നടത്തി. അപ്പോൾ CPM-മാരുടെ ആഭിമുഖ്യമുള്ള പോലീസ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ ഇപ്പോഴും SITയുടെ ഭാഗമായി മാറിയിരിക്കുന്നു. അതൊക്കെ സംശയാസ്പദമായ കാര്യങ്ങളാണ്. അപ്പോൾ എനിക്ക് കിട്ടിയ വിവരം ഞാൻ SITക്ക് കൈമാറി. SIT പ്രവാസി വ്യവസായിയെ വിളിച്ച് ചോദിച്ചു. അതിനുശേഷം അദ്ദേഹം ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുകയാണെന്നാണ് എന്നോട് പറയുന്നത്. രാഷ്ട്രീയ ആരോപണത്തിനപ്പുറത്തേക്ക് ഇപ്പോഴും അങ്ങും അതേ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? അല്ല, അദ്ദേഹം എൻ്റെ ആരോപണം അല്ലല്ലോ ഇത്. എന്നോടൊരു നിങ്ങളത് മനസ്സിലാക്കണം. എന്നോടൊരു വ്യക്തി പ്രവാസി വ്യവസായി വന്ന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. സാറേ, എനിക്കിത് വെളിയിൽ പറയാൻ പേടിയാണ്, അതുകൊണ്ട് സാർ ഇതെന്തെങ്കിലും ചെയ്യണം. ഞാൻ SIT എടുക്കൽ കത്തെഴുതി. SIT പറഞ്ഞു, വരാൻ പറഞ്ഞു. ഞാൻ ചെന്നു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ആളിനെ വിളിച്ച് ചോദ്യം ചെയ്യണം. അയാളുടെ നമ്പരും കൊടുത്തു, പേരും കൊടുത്തു. അവർ അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ അതിൻ്റെ അദ്ദേഹം ഇപ്പോഴും അത് ഉറച്ചു നിൽക്കുകയാണ്. ഡീമണിയായിട്ട് അദ്ദേഹത്തിന് ബന്ധമില്ല എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. അദ്ദേഹമായിട്ട് ബന്ധമില്ല. പക്ഷേ അദ്ദേഹം ഇപ്പോഴും പറയുന്നത് ഈ സംഭവം ഗുരുതരമാണ്, ഇത് അന്വേഷിച്ചു പോയാൽ ഈ തൊണ്ടി മുതൽ കണ്ടെത്താൻ പറ്റുമെന്ന്. സ്വർണം കിട്ടിയിട്ടില്ല. ഏതായാലും ഇപ്പോഴേതായാലും കുറച്ച് ദിവസങ്ങളായി ചില സംശയങ്ങൾ ഉയർന്നു വരികയാണ്. ഈ പോലീസ് അസോസിയേഷൻ്റെ 2 ഭാരവാഹികളെ, CPM-നോട് ബന്ധമുള്ള 2 ഭാരവാഹികളെ ഇതിൽ വെക്കാൻ നിർബന്ധം പിടിച്ചതോടുകൂടി, SIT നിർബന്ധം പിടിച്ചെന്നാണ് അറിയുന്നത്, അത് മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. അതോടുകൂടി ചില സംശയങ്ങൾ ഉയർന്നു വരുന്നു. നേരത്തെ ഞങ്ങൾക്ക് അവരുടെ പ്രവർത്തനങ്ങളിൽ സംതൃപ്തിയായിരുന്നു. ഞാനത് ചാനലിലൂടെയൊക്കെ പറഞ്ഞ കാര്യമാണ്. പക്ഷേ ഈ 2 പേരെ CPM-മായി ബന്ധമുള്ള അവരുടെ അസോസിയേഷൻ്റെ 2 ആളുകളെ വെച്ചതോടുകൂടി ചില സംശയങ്ങൾ ഉയർന്നു വരുന്നു. അപ്പം അതുകൊണ്ട് പ്രവാസി വ്യവസായി ഇന്നും ഇപ്പം എന്നോട് പറഞ്ഞു, ഞാൻ വാർത്ത കഴിഞ്ഞിട്ട് അദ്ദേഹത്തോട് സംസാരിച്ച് പറഞ്ഞു, ഞാൻ കോടതിയിൽ വേണേൽ 164 കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് അന്വേഷിക്കണമെങ്കിൽ വിശദമായ അന്വേഷണം ഇനിയും നടക്കട്ടെ. അതാണ് CBI. മറ്റ് സംസ്ഥാനങ്ങളിൽ ബന്ധമുള്ള, അന്തർദേശീയ തലങ്ങളിൽ ബന്ധമുള്ളൊരു കേസായി ഇത് മാറുകയാണ്. അതുകൊണ്ട് കോടതിയുടെ നിയന്ത്രണത്തിൽ CBI അന്വേഷണം കൊണ്ട് വസ്തുതകൾ കൂടുതൽ പുറത്തു വരികയും. ഇനിയിപ്പോൾ NDA 210 പറയുമെന്ന് എൻ്റെ സംശയം. ഏതായാലും അതൊന്നും അർത്ഥമൊന്നുമില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും പിണറായി വിജയൻ ഒരു നാടകവും കളിക്കേണ്ട.